നമസ്കാരം. ഇന്ന് 2023 ജൂലൈ 22 ശനിയാഴ്ച. ഞാൻ സോയ് പി ജേക്കബ്. ന്യൂസ് ഡെസ്ക് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്നത്തെ പ്രമുഖ പത്രങ്ങൾ പരിശോധിച്ചപ്പോൾ വിദ്യാഭ്യാസ വാർത്തകൾ. കേരള എഞ്ചിനീയറിംഗ് ഓപ്ഷൻ ഈ മാസം 26 വരെ. വയനാട് മെഡിക്കൽ കോളേജിൽ അടുത്ത വർഷം മുതൽ ക്ലാസുകൾ ആരംഭിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞ 10 വിദ്യാർത്ഥികൾക്ക് 1,4 ലക്ഷം രൂപയുടെ ഫെലോഷിപ്പ്. കേരളം നീറ്റ് പരീക്ഷയിൽ മുന്നിൽ. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുമായി കരാർ. ഇനി ഇന്നത്തെ ഈ വാർത്താവിശേഷങ്ങളൊന്ന് വിശദമായിട്ട് പരിശോധിച്ചാൽ, മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിലെ പ്രധാന വാർത്തയാണ് കേരള എഞ്ചിനീയറിംഗ് ഓപ്ഷൻ 26 വരെ. ആദ്യ അലോട്ട്മെൻറ്റ് 29-ന്. ഓഗസ്റ്റ് 4 വരെ ഫീസ് അടയ്ക്കാം. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ബിടെക് പ്രവേശനത്തിന് 26-ന് രാവിലെ 11 വരെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാം. ഈ സമയത്തിനകം ഓപ്ഷൻ നൽകാത്തവരെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ യോഗ്യത നേടിയ 54,079 പേരിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് ഓപ്ഷൻ നൽകാവുന്നത്. ആദ്യഘട്ട അലോട്ട്മെൻറ്റ് താൽക്കാലിക സെലക്ഷൻ ലിസ്റ്റ് ഈ മാസം 28-നും ഫൈനൽ ലിസ്റ്റ് 29-നും വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. അലോട്ട്മെൻറ്റിന് മെമ്മോയിൽ നിർദ്ദേശിക്കുന്ന ഫീസ് ഓൺലൈനായോ കേരളത്തിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ ഈ മാസം 31 മുതൽ ഓഗസ്റ്റ് 4-ന് വൈകുന്നേരം 4 മണി വരെ അടയ്ക്കാം. എഞ്ചിനീയറിംഗിൽ 52 ശാഖകളാണ് ഉള്ളത്. ഇവയുടെ കോഴ്സ് കോഡുകൾ പ്രോസ്പെക്ടസിൻ്റെ 120, 121 പേജുകളിലുണ്ട്. കോളേജ് കോഡുകളും പ്രോസ്പെക്ടസിലുണ്ട്. കോഴ്സ് കോഡിന് 2 അക്ഷരവും കോളേജ് കോഡിന് 3 അക്ഷരവുമാണ് ഉള്ളത്. ഉദാഹരണത്തിന് CH എന്നാൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്, FT എന്നാൽ ഫുഡ് ടെക്നോളജി എന്നർത്ഥം, TVE എന്ന 3 അക്ഷരം സൂചിപ്പിക്കുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം, TCR എന്ന 3 അക്ഷരം സൂചിപ്പിക്കുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. തനിയെ ഓപ്ഷൻ സമർപ്പിക്കാൻ പ്രയാസമുള്ളവരെ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങൾ സൗജന്യമായി സഹായിക്കും. ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെൻറ്ററുകൾ, പണമടയ്ക്കാവുന്ന പോസ്റ്റ് ഓഫീസുകൾ എന്നിവ വെബ്സൈറ്റിൽ പ്രത്യേകം പരിശോധിച്ചാൽ മനസ്സിലാകാവുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ മറന്നുപോയാൽ അവ കണ്ടെത്താൻ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലിങ്കുണ്ട്. വിവരങ്ങൾക്ക് www.ce.kerala.org എന്ന സൈറ്റിൽ കീം 2023 ലിങ്ക് വഴി പരിശോധിക്കാവുന്നതാണ്. സംശയ പരിഹാരത്തിനായി 04712525 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതേ വാർത്ത തന്നെ ഒരുപക്ഷെ ഒരു പടി കൂടി സുതാര്യതയോടെ ഇന്നത്തെ മാതൃഭൂമി പത്രം പങ്കുവയ്ക്കുന്നു. എഞ്ചിനീയറിംഗ് ഓപ്ഷൻ രജിസ്ട്രേഷൻ 26 വരെ. ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രക്രിയയിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ ഫീസ് ഏർപ്പെടുത്തി. 2,000 രൂപയാണ് ഫീസ്. അലോട്ട്മെൻറ്റ് കിട്ടി പ്രവേശനം നേടുന്നവരുടെ കാര്യത്തിൽ ഈ തുക അവരുടെ കോഴ്സ് ഫീസിൽ വകവയ്ക്കും. ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് രജിസ്ട്രേഷൻ ഫീസ് തിരികെ നൽകും. കൂടാതെ ഇന്നത്തെ മാതൃഭൂമി പേജിൽ വളരെ പ്രത്യേകതയോടുകൂടി വിവിധ വിഭാഗത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതെല്ലാം, ഓപ്ഷൻ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്, അത് എങ്ങനെയാണ്, ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ചിനാണോ അതോ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജിനാണോ, ഓപ്ഷൻ നൽകിയത് പിന്നീട് മാറ്റാൻ കഴിയുമോ, എത്ര ഓപ്ഷൻ വരെ ഒരാൾക്ക് കൊടുക്കാൻ കഴിയും, പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, സീറ്റിൻ്റെ ലഭ്യത എത്രമാത്രം, ഓരോ കോളേജിലും പ്രതിവർഷം അടയ്ക്കേണ്ട ഫീസ് എത്ര തുടങ്ങി നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും, കൂടാതെ പ്രത്യേകം ഓർമ്മിക്കാൻ എന്നൊരു കോളം തന്നെ മാതൃഭൂമിയുടെ വിദ്യാഭ്യാസം പേജിൽ വളരെ വിശദമായിട്ട് ഇതേപ്പറ്റി വിശകലനം ചെയ്തിരിക്കുന്നു. ഇത് വേണ്ടവർ പരിശോധിക്കുകയും സൂക്ഷിച്ചു വയ്ക്കാനും പറ്റിയ ഒരു വാർത്ത അവതരണമായിട്ട് ഈ മാതൃഭൂമിയുടെ പേജ് ഇന്നത്തെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മറ്റൊരു വാർത്ത, PM ഫൗണ്ടേഷൻ ടാലൻറ്റ് സെർച്ച് പരീക്ഷ. PM ഫൗണ്ടേഷൻ നടത്തുന്ന ടാലൻറ്റ് സെർച്ച് പരീക്ഷ ഓഗസ്റ്റ് 31 വരെ അപേക്ഷിക്കാം. യോഗ്യത 2023 SSLC,
THSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ഉം CBSE ICSE പരീക്ഷയിൽ ഓരോ വിഷയത്തിലും 90% മാർക്കും നേടണം. വിവിധ ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടായിരിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ക്യാമ്പും പിന്നീട് അഭിമുഖവും ഉണ്ടായിരിക്കും. തിരഞ്ഞെടുക്കുന്ന 10 വിദ്യാർത്ഥികൾക്ക് 1.25 ലക്ഷം രൂപയുടെ PM ഫെലോഷിപ്പ് സമ്മാനിക്കും. വിവരങ്ങൾക്ക് www.pmfonline.org എന്ന സൈറ്റ് വഴിയോ അല്ലെങ്കിൽ 0484236779 എന്ന ലാൻഡ് ലൈൻ നമ്പർ വഴിയോ അല്ലെങ്കിൽ 7510672798 എന്ന മൊബൈൽ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും ഇന്നത്തെ ജനയുഗത്തിലും മാതൃഭൂമി പത്രത്തിലും വാർത്ത കൊടുത്തിരിക്കുന്നു. വയനാട് മെഡിക്കൽ കോളേജ് അടുത്ത അധ്യയന വർഷത്തിൽ ക്ലാസ് ആരംഭിക്കണമെന്ന് നിർദ്ദേശം. വയനാട് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷത്തിൽ MBBS ക്ലാസ് ആരംഭിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകി. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയ പോരായ്മകൾ സമയബന്ധിതമായി പരിഹരിക്കണം. 100 MBBS വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നതിനായുള്ള എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് അനുവദിച്ചു നൽകിയിരിക്കുന്നു. കേരള ആരോഗ്യ സർവകലാശാല പരിശോധന നടത്തി അംഗീകാരം ലഭ്യമാക്കിയിട്ടുണ്ട്. 2024 അഡ്മിഷൻ നടത്താനായി ആദ്യ വർഷ ക്ലാസുകൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി NMCയുടെ അനുമതി ലഭ്യമാക്കുന്നുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ഫോക്കസ് ഏരിയ പിൻവലിച്ചപ്പോൾ നീറ്റിൽ മുന്നേറി കേരളം. ആദ്യ 1 ലക്ഷം റാങ്കുകാരിൽ കേരളത്തിൽ നിന്ന് 1394 പേർ വർദ്ധിച്ചു. പാഠഭാഗങ്ങൾ വെട്ടിക്കുറച്ചുള്ള ഫോക്കസ് ഏരിയ സമ്പ്രദായം ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തിപ്പിൽ പൂർണ്ണമായും പിൻവലിച്ച ശേഷം നടത്തിയ നീറ്റ് UG പരീക്ഷയിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വൻ കുതിപ്പ്. ഫോക്കസ് ഏരിയ ഉണ്ടായിരുന്ന 2 വർഷത്തെ നീറ്റ് പരീക്ഷാ ഫലത്തേക്കാൾ മെച്ചപ്പെട്ട റാങ്ക് നിലയാണ് കേരള വിദ്യാർത്ഥികൾ ഇത്തവണ നേടിയത്. നീറ്റ് സ്കോർ അടിസ്ഥാനപ്പെടുത്തിയുള്ള കേരള മെഡിക്കൽ റാങ്ക് പട്ടിക വ്യാഴാഴ്ച രാത്രി പ്രസിദ്ധീകരിച്ചതോടെ ഇത് വ്യക്തമായി. ഇന്നത്തെ മാധ്യമം പത്രം പറയുന്നു, കഴിഞ്ഞ വർഷം നീറ്റ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ ആദ്യ 1 ലക്ഷം റാങ്കുകാരിൽ കേരളത്തിൽ നിന്ന് 7162 പേർ മാത്രമായിരുന്നു ഇടം പിടിച്ചതെങ്കിൽ ഇത്തവണ അത് 85,056 പേരാണ് ഉള്ളത്. 2021 കോവിഡ് സാഹചര്യത്തിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഫോക്കസ് ഏരിയ സമ്പ്രദായം കൊണ്ടുവന്നത്. 2023 പരീക്ഷകളിൽ പാഠഭാഗങ്ങൾ പൂർണ്ണമായും പഠിക്കണമെന്ന രീതി പുനഃസ്ഥാപിച്ചു. നീറ്റ് പരീക്ഷയിലെ ചോദ്യങ്ങൾ NCERT ഹയർ സെക്കൻഡറി സിലബസ് അനുസരിച്ചാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ചോദ്യങ്ങളാണ് നീറ്റ് പരീക്ഷയിൽ കൃത്യമായും പരിശോധിക്കുന്നത്. നീറ്റിൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അഖിലേന്ത്യാ കോട്ടയിൽ ഉൾപ്പെടെ മെച്ചപ്പെട്ട അലോട്ട്മെൻറ്റ് സാധ്യത ഉണ്ടായിരിക്കുന്നു. അഖിലേന്ത്യാ കോട്ടയിലടക്കം കേരളത്തിൽ നിന്ന് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ പ്രവേശനത്തിന് വഴിയൊരുക്കുമെന്നും സാധ്യത. 86 സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുമായി കരാർ ഒപ്പുവെച്ചു. സംസ്ഥാനത്തെ 86 സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുമായി പ്രവേശന നടപടികൾക്കായുള്ള കരാർ ഒപ്പുവെച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റുകളുമാണ് ഇന്നലെ കരാർ ഒപ്പുവെച്ചത്. കഴിഞ്ഞ വർഷത്തെ ഫീസ് ഘടനയിലാവും ഇത്തവണയും പ്രവേശനം. കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കഴിഞ്ഞ വർഷത്തെ രീതിയിലാവും പ്രവേശനം നടത്തുക എന്നും അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളുമായി. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.